ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്കിയനിവിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബോർഡർ ഡിസൈൻസിനൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മളൊരു 5 എണ്ണമാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയിൽ ബേസിക് എംബ്രോയിഡറി സ്റ്റിച്ചസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് ബോർഡർ ഡിസൈൻസാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫാബ്രിക് ഇതുപോലെ നമ്മൾ ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ 2 ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യത്തെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ആംഗിൾ ത്രെഡാണ്. പിന്നെ നീഡിൽ നമ്മുടെ എംബ്രോയിഡറി നീഡിലാണ്. അപ്പോൾ ഞാൻ ഒറ്റ ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് ആദ്യത്തെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു മോഡിഫൈഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എടുത്തു, ഒറ്റ ലെയറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ ലൈനിൽ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ ഇതുപോലെ കുത്തിയിട്ട് കുറച്ച് മുകളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ നീഡിൽ ഇതുപോലെ. എന്നിട്ട് നമ്മളിത് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് മറ്റൊരു പോയിൻ്റ് ഇതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് വരിക. ഇതുപോലെ ഇതുപോലെ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതേ സ്റ്റിച്ച് തന്നെ ഇതിന് ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടുന്ന് തുടങ്ങുക. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതൊരു ബോർഡറായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി കൂടി ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെ എക്സ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ എക്സ് വരുന്ന ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് താഴോട്ട് കുത്തി കൊടുക്കുക. അങ്ങനെ ഒരു 3 തവണ, 3 അല്ലെങ്കിൽ ഒരു 2 തവണയായാലും മതി. ഇതിപ്പോൾ 2 തവണയാണ്. 3 തവണയാകുമ്പോൾ ഇതുപോലെ വരും. നമ്മൾ ഓരോന്നും ഓരോ ഭാഗം വിട്ടിട്ടാണ്, അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ 2 ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആംഗിൾ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഒറ്റ ലെയറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരേ ഡിസ്റ്റൻസിലായിട്ട്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഓരോ ലൈനിൽ ഇട്ട് കൊടുക്കുകയാണ്, അതായത് ഇതുപോലെ.
ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് ഒരു ലെയർ ഞാൻ എടുത്തിരിക്കുക, 2 ലെയർ വേണമെങ്കിൽ 2 ലെയർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇനി നമ്മളിവിടെ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് ഇതിനിടയിൽ ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് എളുപ്പമാണല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത ആ ഒരു ലൈൻ പോലെ ചെയ്ത് കാണില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടും ഡിഫറെൻറ്റ് കളറായിട്ട് ചെയ്യുക. അതായത് നമ്മൾ ലൈൻസ് ഇട്ടില്ലേ, ഇതാദ്യം ഒരു കളറിൽ ചെയ്യാം, പിന്നെ ഈ ഫ്ലവേഴ്സ് വേറൊരു കളറിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ആൾട്ടർനേറ്റീവായി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ മാത്രം വരുന്നത് കുറച്ച് ചെറിയ പെറ്റൽസ് മാത്രം വെച്ച് കൊടുക്കാം. ഒരു പെറ്റൽ മാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തത്. ഇങ്ങനെ ഇടയിൽ ചെറിയ ചെറിയ പെറ്റൽ മാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ വരും. അതല്ല നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ഈ ഒരു ഡിസൈനും വരും. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇടാതെ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ഡിസൈനാണ്.
ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ 3 ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ സെൻറ്ററിലാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ കുത്തിയെടുക്കുക. ചെയ്യുന്നത് ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്.